അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ. ആണിപ്പാടുള്ള നിൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ള നിൻ കരങ്ങൾ നീട്ടി നമ്മെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് 94-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങളാണ്. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ആമേൻ. എൻ്റെ കാൽ വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ദയ എന്നെ താങ്ങി. എന്താ വചനത്തിന്റെ അർത്ഥം? ചിലതൊക്കെ അങ്ങ് തുറന്ന് സംസാരിക്കണം. വഴുതുന്നപ്പ, വീണു പോകുന്നപ്പ, താണു പോകുന്നപ്പ, തകർന്നു പോകുന്നപ്പ, അങ്ങനെ ചിലതൊക്കെ ദൈവത്തോട് നമ്മൾ തുറന്നു പറയണം. നമ്മൾ പലപ്പോഴും മനുഷ്യരോടാണ് പറയുന്നത്. അവർ ചിലപ്പോൾ നമ്മളെ വീണ്ടും വേദന പിടിപ്പിക്കും, സങ്കടപ്പെടുത്തും. പക്ഷെ നിങ്ങളുടെ അകത്തെ ഇമോഷൻസുകൾ മുഴുവൻ, തോട്ട് പാറ്റേണുകൾ മുഴുവൻ കർത്താവിനോട് പറയണം. ദേ ഈ മനുഷ്യന്റെ വിജയ രഹസ്യം കേട്ടോ, എൻ്റെ അപ്പാ വഴുതി പോവാണേ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? യഹോവയുടെ ദയ എന്നെ താങ്ങി. കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഒരു ഒഫീഷ്യലാണോ, അതോ തുറന്ന് സംസാരിക്കുന്ന ഒരു ഡീപ്പ് റിലേഷനാണോ? ദൈവമായിട്ട് ഒഫീഷ്യലായിട്ടൊന്നും ഇടപെടരുത് കേട്ടോ. അപ്പനോട് ഇടപെടുന്ന പോലെ ഡീപ്പ് റിലേഷനിൽ ഇടപെടണം. ആമേൻ. അപ്പാ വഴുതു പോവാണേ. അങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവിൻ്റെ ദയ താങ്ങും. എന്നിട്ട് അടുത്ത വാക്കുകളാണ്, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ. എന്താ കർത്താവ് എന്തായിത്തീരും? എങ്ങനെയായിത്തീരും? കുഞ്ഞെന്തായിത്തീരും? ആരോഗ്യം എന്തായിത്തീരും? വിചാരങ്ങളുടെ ബഹുത്വം. ഒത്തിരി ഒത്തിരി ചിന്തിച്ച് ആകുലപ്പെട്ട് ബഹുത്വം വർദ്ധിച്ച് ചിന്തിച്ച് പലതും കൂട്ടിവെച്ചിരിക്കുന്നവരെ. പക്ഷെ നീ ദൈവത്തോട് ഇതെല്ലാം പറയണേ. നിന്റെ മനസ്സ് ഇങ്ങനെ പോവുകയാണ്, അങ്ങനെ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വാക്ക് പറഞ്ഞു, നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. യേശുവേ നന്ദി. ഒത്തിരി ആകുലപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, സഹോദരനെ, ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ പോകും. പലയിടത്തും ഒരു ആശ്വാസവാക്ക് കേൾക്കാൻ നീ എത്തിയപ്പം ഭീതിപ്പെടുത്തുന്നതും പ്രയാസപ്പെടുത്തുന്നതും നിന്റെ പ്രത്യാശ മുഴുവൻ താഴ്ത്തിക്കളഞ്ഞതുമായ അനുഭവമാണ് നിനക്ക് ഇന്നലകളുണ്ടായത്. എന്നാൽ ഇന്ന് മറ്റൊരു അനുഭവം നിനക്ക് ലഭിക്കുക. നിനക്ക് ആശ്വാസം ദൈവം തരാൻ പോകും. ഭയങ്കര ആശ്വാസം. നിന്റെ ഹൃദയം തണുക്കും. നീ മുമ്പോട്ട് കുതിച്ചുയരും. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിന്റെ ലൈഫ് ഒരു സാക്ഷ്യമായിരിക്കും. നീ അനേകരുടെ മുമ്പിൽ ഒരു അതിശയ വിഷയമായി മാറും. കർത്താവിൻ്റെ ആശ്വാസവും കർത്താവിൻ്റെ ദയയും നിന്റെ കൂടെയുണ്ട്. ഇന്നത്തെ സന്ദേശം ഇതാണ്. ദയ നിന്നോട് കൂടെയുണ്ട്, ആശ്വാസം നിന്നോട് കൂടെയുണ്ട്. അടുത്തൊരു വാക്ക്, നിന്റെ പ്രാണനങ്ങ് തണുക്കാൻ പോകും. ചുട്ടുപൊള്ളി നിൽക്കുന്ന നിന്റെ ഹൃദയം, പ്രാണൻ അങ്ങ് തണുക്കാൻ പോകും. കർത്താവ് വലിയ കാര്യങ്ങൾ നിന്റെ ലൈഫിൽ പേഴ്സണലായിട്ട് ചെയ്യാൻ പോകുന്നു.
ചൂട് പിടിച്ച നിന്റെ മനസ്സ് തണുക്കാൻ പോകുന്നു. ചില ആശ്വാസത്തിൻ്റെ ദൂതുകൾ നിനക്ക് ലഭിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ ദയ, ജീവനേക്കാൾ വലിയ ദയ, രാവിലെ തോറുമുള്ള പുതിയ ദയ നിന്നെ അനുഭവിക്കാൻ നിനക്ക് നൽകാൻ പോകുന്നു. യെസ്, ഈ വചനത്തെ മുറുകെ പിടിച്ചു. കർത്താവുമായിട്ട് സംസാരിച്ചു, തുറന്ന് സംസാരിച്ചു. പറ്റുന്നില്ലെങ്കിൽ പറ, നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ, തുടരാൻ പറ്റുന്നില്ലെങ്കിൽ പറ. കർത്താവ് സഹായിക്കും. നമുക്കൊരുമിച്ച് ഉള്ളു തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശുപ്പ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യും. രാവിലെ തോറും അങ്ങയുടെ ദയ പുതിയതായിരിക്കാൻ നന്ദി പറയും. ഇന്ന് അങ്ങയുടെ പുതിയ ദയയാൽ ഞങ്ങളെ നിറച്ചതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. യേശുപ്പ, നല്ല ആശ്വാസകാലങ്ങൾ ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ. ഞങ്ങളുടെ പ്രാണനെ അങ്ങ് തണുപ്പിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ. യേശുവെ, ചൂടേറിയ അനുഭവങ്ങളെല്ലാം മാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ആശ്വാസത്തെ കൈക്കൊള്ളുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. ദയയും വിശ്വസ്തതയും അവർ അണിയിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് കൂടെയുണ്ട്. സമാധാനത്തോടെ ഇന്നത്തെ ദിവസം മുമ്പോട്ട് പോവുക. ദയയും ആശ്വാസത്താലും നമ്മുടെ പ്രാണൻ തണുക്കപ്പെട്ടിരിക്കും. പ്രാർത്ഥന തുടരുക. കർത്താവ് കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.